ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ഉള്ള ദിവസം കേട്ടോ. രാവിലെ എന്താ ഉണ്ടാക്കുന്നത്, എന്താ ചെയ്യുന്നതെന്നുള്ള ഭയങ്കര മൂഡ് ഓഫ്. ശനിയാഴ്ച ഞാൻ മിക്കവാറും ഉപ്പുമാവിലാണ് നിർത്താറ്. അത് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല. ഭയങ്കര മൂഡ് ഓഫ് ആണ് അന്ന്. രാവിലെ എന്താ ഉണ്ടാക്കുന്നതെന്നുള്ള കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അന്നേരം മനസ്സിൽ വിചാരിച്ചു, എൻ്റെ കൂട്ടുകാരന്ന് ആരോ ചോദിച്ചായിരുന്നു, ഈ ബെൻസി റവ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബെൻസി റവ വെച്ചിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഭയങ്കര തരിതരിയായിട്ടിരിക്കും. അപ്പോൾ സംഭവം ഇതാണ്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് അതും ഒന്ന് കാണിക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഈ റവ വെച്ചിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടെന്നൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് വഴി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തേ കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ പാക്കറ്റ് റവയാണ്. അതിനകത്ത് നിന്ന് പാതി ഞാൻ എടുത്തു, പാതി അങ്ങനെ തിരിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 kg റവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന 2 സവാളയും ഇച്ചിരി പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അധികം സാധനമൊന്നുമില്ല. 2 പച്ചമുളക് ഇരുവനായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു 2 സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2-3 സവാള ചെറുതായതുകൊണ്ട് ഒരു 3 എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പൊട്ടിച്ച പാക്കറ്റ് റവ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കയറുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അതൊന്ന് കെട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കയറത്തൊന്നുമില്ല, നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ പരിപാടി അതങ്ങനെ റെഡിയാക്കി ഞാനതൊന്ന് സൈഡിലോട്ട് അങ്ങ് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ റവ ഓവനിലാണ് ഞാൻ ഫ്രൈ ചെയ്തത്. ഒരു 3 മിനിറ്റ് നോർമലായിട്ട് ഞാനങ്ങ് ഓവൻ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ കേട്ടോ. നിങ്ങൾക്ക് ഓവൻ ഇല്ലാത്തവർക്ക് നമ്മൾ ചീനിച്ചട്ടിയിൽ നോർമലായിട്ട് റവ വറുത്തെടുത്താൽ മതി. റവ വറുത്തിട്ട് വേണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഞാൻ 2 ചെറിയ സവാളയും 2 പച്ചമുളകും കൂടെ എടുത്തു. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു. പാൻ ചൂടായതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അന്നേരം അരിഞ്ഞ സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് സവാളയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വിടണം. ഇത് വെള്ളം ഇച്ചിരി ഒന്ന് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബെൻസി റവ ആയതുകൊണ്ടുണ്ടല്ലോ, ഇത് വേവാൻ കുറച്ച് വെള്ളം കൂടിയെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. വെന്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് അളവിനായിരിക്കും. നമുക്ക് റവ എടുക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അതിനകത്ത് എത്ര വെള്ളം വേണമെന്ന്. അപ്പോൾ ഞാൻ ആ വറുത്ത റവ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചത് വേവിച്ച് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ വേവിച്ചത്. നോക്കി എത്ര പെട്ടെന്ന് ഉപ്പുമാവ് റെഡിയായെന്ന് നോക്കി. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഇച്ചിരി ഒന്ന് കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെള്ളം പിടിക്കുന്ന റവയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ലാസ്റ്റ് അതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അങ്ങോട്ട് തിരികെ ഇട്ട് കൊടുത്തു. തേങ്ങ ഇച്ചിരി കൂടിയെന്ന് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ റവയുടെ ചൂട് മതി ആ തേങ്ങയ്ക്ക്. ഇനി പ്രത്യേകിച്ച് ആ തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് നേരമൊന്നും സ്റ്റൗ ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എത്ര സിമ്പിളായിട്ടുണ്ടല്ലേ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കിയെന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റവ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടോ നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ എൻ്റെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും വിട്ടു, അവരെല്ലാവരും കഴിച്ചിട്ട് പോയി. എനിക്കുള്ളത് മാത്രം ഞാൻ ബാക്കിയുടെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ഉപ്പുമാവ് ഞാൻ അങ്ങനെ പാത്രത്തിലേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പഞ്ചസാര വേണോ അതോ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെജിറ്റബിൾ കുറുമ ഇന്നലെ രാത്രി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിരിപ്പുണ്ട്. അപ്പോൾ അത് വേണമെന്ന്. പക്ഷേ എങ്കിൽ രാവിലെ എല്ലാവരും വെജിറ്റബിൾ കുറുമ കൂട്ടിയിട്ടാണ് ഉപ്പുമാവ് കഴിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാനും കുറച്ച് വെജിറ്റബിൾ കുറുമ ചേർത്തിട്ടൊന്ന് ഉപ്പുമാവ് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാനും അപ്പം പഞ്ചസാര എടുത്തില്ല. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ വെജിറ്റബിൾ കുറുമയാണ് എടുക്കുന്നത് കേട്ടോ. ഇന്നലെ രാവിലത്തെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് പച്ചക്കറി വേവിച്ചപ്പോഴത്തേന് കറണ്ട് പോയി. അതുകൊണ്ട് പിന്നെ അരച്ച് ചേർക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ കുറുമ ഉണ്ടാക്കി അങ്ങ് വെച്ചു. അത് ഇത് രാവിലത്തേന് എന്തായാലും ഒന്ന് ഉപകാരപ്പെട്ടു കേട്ടോ. അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അച്ചയ്ക്ക് ചായ വെച്ചപ്പോൾ എൻ്റെ ചായ ഞാനിങ്ങനെ ബാക്കി കുറച്ചുകൂടെ സൈഡിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ ചായ ഒന്ന് ചൂടാക്കി. അപ്പോൾ ആ ചായയും കൂടി ഇതിൻ്റെ കൂടെ എടുത്തിട്ട് ആ ഉപ്പുമാവും പിന്നെ കുറുമയൊക്കെ കൂട്ടി അതിൻ്റെ കൂടെ ചായയൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ബെൻസി റവ ഉപ്പുമാവ്. എൻ്റെ കൂട്ടുകാർക്ക് ഇനി ബെൻസി റവ എന്താ അതെങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന എന്ന കൺഫ്യൂഷനൊന്നും വേണ്ട. എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമായിട്ട്. നമ്മൾ നോർമൽ റവയെക്കാട്ടിൽ ഈ ബെൻസി റവ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം കൂടിയാൽ കൂടി നല്ല ഉതിരുതിരായിട്ടിരിക്കുകയും ചെയ്യും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ. ഇപ്പം ഇന്ന് ഇച്ചിരി ഞാൻ ഈ കുറുമയും കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഉപ്പുമാവിൻ്റെ കൂടെ കുറുമയായാലും കടലക്കറി ആയാലും എല്ലാം നല്ല കോമ്പിനേഷനായിട്ടോ. പക്ഷേ എനിക്ക് ഇന്നത്തെ കുറുമയും ഉപ്പുമാവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത് വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.